ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള കോക്കനട്ട് ബിസ്ക്കറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് ഒരു 1.5 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര അതിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഈ പഞ്ചസാര പൊടിച്ചതും തേങ്ങയും കൂടിയിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് പിന്നെ 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. അത് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുക. മൈദ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് സ്പൂൺ ഒഴിവാക്കിയിട്ട് കൈകൊണ്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒരു 2 മിനിറ്റ് നേരമെങ്കിലും ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവായും മാവ്. ഇത് കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം വേണം ഇത് ഉരുളാക്കിയിട്ട് എടുക്കാൻ, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് എടുക്കുക. പിന്നെ ഇത് കുറച്ച് കട്ടിയിൽ വേണം ചെയ്യാൻ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം, കുറച്ച് കട്ടി വേണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഫോർക്ക് കൊണ്ട് ഒരു ഡിസൈൻ കൊടുക്കുക. നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കാം. ഓരോന്ന് ചെയ്യുമ്പോഴും കുറച്ച് കയ്യിൽ എണ്ണ കുറച്ച് തടവി കൊടുക്കുക. അങ്ങനെ എല്ലാതും ഇതുപോലെ നമുക്ക് ആക്കിയെടുക്കാം. ഇപ്പം എല്ലാതും ഷേപ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ചട്ടി ചൂടായിട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇത് ഇടുമ്പോൾ അധികം മീഡിയം ഫ്ലെയിം മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. എണ്ണ നല്ല ചൂടായതിന് ശേഷം ഒന്ന് കുറച്ച് വെക്കുക. ഇടണ സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് വേണം ഇടാൻ. ബ്രൗൺ കളറായിട്ടുണ്ട്, നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം എല്ലാതും. നമുക്കിത് മറ്റേ സൈഡും ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അല്പം കോരിയെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിൻ്റെ പുറം ഭാഗം മൊരിഞ്ഞിട്ടും ഉണ്ടാവും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.